ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവയാണ്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, അത് നമുക്ക് ബാറ്ററിയുടെയാണ് പ്രശ്നം. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഈ സി ഡി ഐയിലേക്ക് വരുന്ന ഈ കോൺടാക്റ്റ്, അതായത് സി ഡി ഐയിലേക്ക് വരുന്ന ഈ സോക്കറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വയറിംഗ് കിറ്റിൻ്റെ കൂട്ടത്തിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിപ്പയറിംഗ് കിറ്റ് മാത്രമായിട്ട് കിട്ടും. അത് മേടിച്ച് നമുക്ക് മാറ്റി എന്തെങ്കിലും വയ്ക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ സെൽഫ് എടുക്കാനും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. അത് മാറ്റിയതിന് ശേഷം കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഈ സി ഡി യൂണിറ്റ് ആണെന്നുള്ള ദിവസം അനുമാനിക്കാം. കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നത് ഇതിൻ്റെ ഒരു ലൂസ് കോൺടാക്റ്റ് പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ബാറ്ററി നമ്മൾ മാറ്റി പുതിയത് വെച്ചു, അതിൻ്റെ സെൽഫൊക്കെ അടിച്ച് ക്ലിയർ ആണ്. പിന്നെ അത് കൂടാതെ നമുക്ക് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിലത്തെ ടയർ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ടയർ കംപ്ലയിൻ്റ് ഉണ്ട്. ടയറിൻ്റെ മാത്രമല്ല നിലവിൽ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഷോക്ക് അബ്സർവ് പോയി കിടക്കുക. വണ്ടിമേൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ ബാക്ക് കുത്തി നിൽക്കുക. പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് വെറുതെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക. ആ ഷോക്ക് അബ്സർവ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് റോഡിൽ കൃത്യമായിട്ട് വണ്ടി പിടിക്കുന്നില്ല വീല്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് ടയർ മാറ്റുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഫ്രണ്ടിലത്തെ നമ്മൾ മാറ്റാൻ കുറച്ച് വൈകിയാലും ബാക്കിലത്തെ ഷോക്ക് അബ്സർവ് നിർബന്ധമായിട്ടും മാറ്റിയിടാം. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് സ്കിഡ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. ചെറിയൊരു ഗട്ടർ ചാടിയാൽ പോലും ബാക്ക് നല്ല തെറിപ്പ് കാണിക്കാം. അതെനിക്ക് തോന്നുന്നു മനസ്സിലാവാണ്ടായിരിക്കുള്ളൂ. വണ്ടി വലിയ വേഗതയിൽ ഓടിക്കാത്തത് കൊണ്ട് തന്നെ മനസ്സിലാവാണ്ടായിരിക്കാം. നിലവിൽ കംപ്ലയിൻ്റ് ആണ്, മാറ്റിക്കളയുക. അതൊരു സേഫ്റ്റിയുടെയും കൂടി ഭാഗമാണ് കേട്ടോ. ഫ്രണ്ടിലത്തെയും പോയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെയും ഈ പറഞ്ഞ രീതികൾ വെറുതെ നമ്മളൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആക്ഷൻ, വെറുതെ സ്പ്രിങ് ഇപ്പോൾ ഗട്ടർ ചാടി തെറിക്കണ പോലെ തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ചെയ്യാനായിട്ട് ഇച്ചിരി ഡിലേ വന്നാലും ബാക്കിലത്തെ കൈയോടെ മാറ്റിക്കളയാം. കഴിയുമെങ്കിൽ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും മാറ്റാം. ഏറ്റവും സേഫ്റ്റി അതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് ടയർ, ബാറ്ററി, ആ സി ഡി സോക്കറ്റ് ഇത്രയായിട്ടാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ ഒരു ബാക്കിലത്തെ ഷോക്കിൻ്റെ ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.